എല്ലാം നമ്മുടെ ആൾക്കാരാ, നോക്കിക്കോളാം. അപ്പൊ പറഞ്ഞ പോലെ. ശരി. പടേ പുറത്തോട്ട് ഇറങ്ങിയതാ. ചേട്ടേ വിളിക്കടാ. ഹലോ, ഇത് ഞാനാടോ, ചിന്നാടൻ വർക്കി. മനസ്സിലായി. എന്തൊക്കെയുണ്ട് വർക്കിച്ച വിശേഷം? താനൊക്കെ എവിടുത്തെ പോലീസുകാരനാടോ? എന്റെ മോനെ കുത്തിക്കൊല്ലാൻ നോക്കി ആ പരമനാറിയെ വാളയാർ ചുറ്റുവട്ടത്തും അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായല്ലോ. അവന്റെ ശ്രീചക്രയില് സുഖമായിട്ട് താമസിക്കുക. കാശ് എണ്ണി മേടിച്ച എന്റെ നന്ദി എങ്കിലും കാണിക്കണം. എന്താ സർ? ഏത് റൂമിലാണോ പരമശിവം? പരമശിവം ഏത് റൂമില്ല? 221 സർ. നിങ്ങൾ ഇവിടെ പോ സർ. യു ഗോ ദാറ്റ് വേ. ക്വിക്ക്, ഹറി അപ്പ്. യെസ് സർ. രണ്ടുപേരും ലിഫ്റ്റിനടുത്തേക്കോ. അയ്യോ ബാലു, നിന്നെ പിടിക്കാനാണോ? സംശയമില്ല, വാ വാ. നീ സാധനങ്ങളൊക്കെ പെട്ടെന്ന് പാക്ക് ചെയ്തോ. വാ വാ. നീ എന്താ എഴുതുന്നത്? നമ്മളിവിടെ ഇല്ലെന്ന് വാതിൽ എഴുതി ഒട്ടിക്കാനാണോ? പോടാ. നീ എന്താ തപ്പുന്നത്? വല്ലത് കാണാതെ പോയിട്ടുണ്ടോ? നീ എന്തിനാ ഇതൊക്കെ കൂട്ടിക്കെട്ടുന്നത്? ആദ്യം ഞാൻ ഇറങ്ങാം. ഇത് നമുക്ക് ഇറങ്ങാനല്ല, പിന്നെ അവർക്ക് കയറാനാ. രണ്ടുപേരും അവിടെ പോയി നോക്ക്. ക്വിക്ക്, അവിടെ പോയി നോക്ക് സർ. പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മളെ പോലീസ് പിടിക്കില്ലേ? ഉണ്ടല്ലേ? വാ. എന്താ അവര് പോയാ? ഒച്ച വെക്കലടാ. വാ. ഒത്താലൊത്ത് ദൈവത്തെ വിളിച്ചോ. ഒത്താലൊത്തു. അത് ഇത് ഇങ്ങോട്ട് കേറാ. എന്താ സർ? തമിഴ് വായിക്കറിയോ? അറിയാം സർ. അത് വായിക്കേ. ഉന്നാൽ മുടിയാതെ തമ്പി പരമശിവ. ഇനി പരിസരം വിട്ട് പോയിട്ടുണ്ടാവില്ല. കമോൺ സർ. അവൻ ഈ സിറ്റി വിട്ട് പോയിട്ടുണ്ടാവില്ല. ബ്ലോക്ക് ഓൾ മെയിൻ റോഡ്സ്. എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യണം. ഹറി അപ്പ് സർ. വ്യാകുല മാതാവേ, നന്ദി. ഈ ഗ്യാപ്പിൽ രക്ഷപ്പെടാം. നീ എവിടെ പോണു? ഈ ഗ്യാപ്പിൽ കൂടി രക്ഷപ്പെടാൻ അത് ഈ ഗ്യാപ്പല്ല. എടാ, നീ പോയി ബില്ല് സെറ്റിൽ ചെയ്യ്. ബില്ലെടുത്ത് റൂം വെക്കേറ്റ് ചെയ്യാണ്. പെട്ടെന്നൊരു ടാക്സി വേണം. ശരി സർ. ഹലോ, ഒരു ടാക്സി അങ്ങോട്ടേക്ക്. ഈശ്വര. ഏട്ടാ, ഉണ്ണിയേട്ടാ, ഏട്ടാ, അനിയ. അയ്യോ എടാ, എന്റെ ഈശോയെ, എല്ലാം തകർന്നു. യു ആർ അണ്ടർ അറസ്റ്റ്. ഞാൻ കീഴടങ്ങിയിരിക്കുന്നു. അതെ, നമ്മുടെ സ്നേഹത്തിന് മുമ്പിൽ ഇവൻ കീഴടങ്ങിയെന്ന് അല്ലടാ. എടാ, എനിക്ക് നിന്നെ വേഷത്തെ കണ്ടിട്ട് മനസ്സിലായില്ലടാ. അല്ല, നീ എന്താ ഇവിടെ? ഒരു ക്രിമിനലിനെ പോക്കാൻ ഇറങ്ങിയതാ. എന്നിട്ട് കിട്ടിയാ? ഇല്ല, പക്ഷെ അവൻ രക്ഷപ്പെടില്ല. സെറ്റ് മുഴുവൻ അരിച്ചു പറക്കാൻ ഞാൻ പോലീസിനെ അയച്ചിട്ടുണ്ട്. ഞാൻ ഈ ഹോട്ടലിലെ ബാക്കി അടക്കൊന്ന് ചെക്ക് ചെയ്യായിരുന്നു. അല്ല, ഏട്ടൻ എന്താ ഇവിടെ? ഒന്നും പറയണ്ടാ. ഞാൻ ഇന്നലെ ദുബായിന്ന് വന്നാ നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു. വീട് പൂട്ടിയിട്ടിരിക്കുന്നു. പിന്നെ അന്വേഷിച്ചും പിടിച്ചും ദാ ഇവിടം വരെ എത്തി. ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരുന്നാണല്ലോ. കിട്ടിയില്ലടാ. ആണോ? ആ, ഏട്ടൻ വല്ലാണ്ടങ്ങ് മാറിയിരിക്കുന്നു. ഈ ജീവിതം തന്നെ ഒരു നാടകമല്ലടാ. അതിനിടയിലെ ചില വേഷം കെട്ടലല്ലേ ഇതൊക്കെ. നീ നോക്കിക്കഥ സാധനം എടുത്ത് ജീവിതത്തിലേക്ക് വെച്ചേ. സമയം കളയല്ല, എനിക്ക് അമ്മയെ കാണണം. ഇന്ന് നാടൻ കരിമീൻ കിട്ടിയപ്പോ നിന്നെ ഓർത്തതാ. നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ എന്ന്. പക്ഷെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല. ഞാനും.
ഇതാണ് വയറ്റുഭാഗ്യം എന്ന് പറയുന്നത്. അല്ല നീ മീൻ എടുക്കുന്നില്ലേ? ഓ ഞാനിപ്പോ വെയിറ്റ് ചെയ്യണ കുറച്ച് തടി കുറയ്ക്കാൻ. അങ്ങനെയാണെങ്കിൽ ആന വെയിറ്റ് ചെയ്യുന്നല്ലേ, ആനയുടെ തടി പറയുന്നില്ലല്ലോ. പോടാ. അമ്മേ ഒന്നോർത്താൽ എന്നേക്കാൾ ഭാഗ്യവാൻ ഇവനാ. അതെന്താ? അല്ല അമ്മ വെച്ചുണ്ടാക്കുന്ന ആഹാരം മുഴുവൻ കഴിക്കാനുള്ള യോഗ ഇവനല്ലേ? ആഹാ അതിന് അമ്മ അടുക്കളക്കാരനെ പണ്ടല്ലായിരുന്നോ? പിന്നെ നീയാണ് അതൊക്കെ ഉണ്ടാക്കിയത്? ഏയ് ഞാനൊന്നുമല്ല, ഇപ്പൊ അടുക്കള ഭരണം കംപ്ലീറ്റ് ഗോപിയേക്കാ. എന്നിട്ട് പുതിയ പാചകക്കാരി ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഉണ്ണിയേട്ടൻ വന്നപ്പോ തൊട്ട് പാത്തും പതുങ്ങി അവിടെ എവിടെ നിന്ന് നോക്കുന്ന ഞാൻ കണ്ടതാ. ആളെ ഞാൻ ഇപ്പോഴിങ്ങനെ വരുത്താം. അടുക്കള നിൽക്കണ ചേച്ചി, ഇതിന് പുളിശ്ശേരി ഇങ്ങ് അടുത്ത്. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ. ഒന്നും മിണ്ടായിരടാ. അയ്യോ പുളിശ്ശേരി ചോദിച്ചത് ഞാനാ. കൊള്ളാലോ ഏട്ടാ ഈ വാച്ച്. അത് ഓരോരോ മണിക്കൂർ കൂടുമ്പോ അലാറം അടിക്കും. ബർദുബായിന്ന് വാങ്ങിച്ചാ. നോക്കട്ടെ. 500 ദർഹ. എന്താ നിനക്ക് നോട്ടോണ്ടോ? നീ എടുത്തോ. ബാലു ദാ വാളയാർ പരമശിവത്തിന്റെ ഹിസ്റ്ററി ബുക്ക്. എടാ ഈ ഷേഖുമാരെന്നൊക്കെ പറഞ്ഞ രാജാക്കന്മാരെ പോലെയല്ലേ? പലതരത്തിലുള്ള ഷെയ്ക്കുമാരുണ്ട്. ദുബായ് ഷേക്ക്, ഷാർജ ഷേക്ക്. ഈ ഷാർജ ഷേക്ക് ഷാർജയിൽ മാത്രമേ കാണുള്ളൂ. പിന്നെ മിൽക്ക് ഷേക്ക്. മിൽക്ക് ഷേക്ക്? ആ ഒട്ടകത്തിന്റെ പാല് മാത്രം വിറ്റ് ജീവിക്കുന്ന ഷേക്കുകളാണ് മിൽക്ക് ഷേക്കുകൾ. ശരിക്കും അങ്ങനെയുണ്ട്. സത്യം. അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? എനിക്ക് ഇതിനല്ലേ പണി. അറബി സംസാരിക്കും. പിന്നെ അറബി സംസാരിക്കാതിരിക്കോ? എല്ലാവരും ഊമയെ കഴിഞ്ഞ രാജ്യത്ത്. അതല്ല ഏട്ടാ, ഏട്ടൻ അറബി സംസാരിക്കോന്ന്. ഞാൻ ചെന്ന സമയത്ത് കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാനൊരു സൂത്രം മനസ്സിലാക്കി. ഞാൻ എന്താ ചെയ്തെന്നറിയോ? നല്ല ചൂടുള്ള പുഴുങ്ങിയ മുട്ട ഉരുളക്കിഴങ്ങൊക്കെ എടുത്ത് വായിലിട്ടിട്ട് മലയാളത്തിൽ സംസാരിക്കും. സംഭവം അറബിക്ക് മനസ്സിലാവുകയും ചെയ്യും, എന്റെ കാര്യം നടക്കുകയും ചെയ്യും. ഞാൻ എന്നെ കൊണ്ട് തോറ്റു. എനിക്ക് വയ്യാട്ടോ. നീ കേട്ടോടാ ഇവന്റെ ഓരോ ദുബായ് തമാശ. ഇനിയുണ്ട് കൊറേ. അമ്മ വേഗം ഭക്ഷണം എടുത്തു വെക്ക്. ഇന്ന് വയറ് നിറച്ച് കഴിച്ചിട്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. കുറെ നാളായിട്ട് ഊണ് ഉറക്കവും ഇല്ലാതെ ആ പരമശിവത്തെ പിടിക്കാൻ നടക്കുകയില്ലായിരുന്നോ? എന്നിട്ട് അയാളെ കിട്ടിയോട്ടാ? ഫുൾ ഡീറ്റെയിൽസ് കിട്ടി. വാളയാർ പരമശിവം, ഫാദർ നിൽ, മദർ നിൽ, നേറ്റീവ് പ്ലേസ് പാലക്കാട് ബോർഡർ. നിനക്കിതൊക്കെ എവിടുന്ന് കിട്ടി? തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് 4 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട കൊലയാളിയാ. ജയിൽ റെക്കോർഡ്സിൽ ഫോട്ടോ സഹിതമുണ്ട്. നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ ആഹാരം എടുത്തു വെക്കാം. വാളയാർ പരമശിവത്തെ കുറിച്ച് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഏട്ടൻ അറിയണോ? വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കരുത്. അമ്മ ഒന്നും അറിയരുത്. എന്തിനായിരുന്നു ഇതൊക്കെ? ഞങ്ങളുടെയൊക്കെ മുമ്പിലും. സാഹചര്യങ്ങൾ അങ്ങനെ. ഇതൊക്കെ എല്ലാ ക്രിമിനൽസിന്റെ ന്യായീകരണങ്ങളാ. ബാലു, ഈ യൂണിഫോമിന്റെ മുന്നിൽ ഏട്ടനനിയൻ ബന്ധമില്ല. സറണ്ടർ ആകണം. എന്തിന്? സ്പിരിറ്റ് എടുത്തേനോ? എന്താ തെളിവ്? അതല്ല, ചിന്നാടൻ ബാബുവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിന്. ഓ, വാറണ്ടുണ്ട്. ഞാൻ നാളെ രാവിലെ സ്റ്റേഷനിൽ വരാം. എന്നെ വിശ്വസിക്കേ. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് ഞാൻ സ്റ്റേഷനിലെത്താം. പ്ലീസ്. പരമശിവൻ സ്വന്തം ഏട്ടനാണെന്ന് അറിഞ്ഞോടെ പിടിക്കാനുള്ള ആവേശമൊക്കെ പോയല്ലേ? ആ കള്ള റാസ്കലിന്റെ വാക്ക് കേട്ട് കൈയോടെ അറസ്റ്റ് ചെയ്യാണ്ട് വന്നിരിക്കുന്നു. അവൻ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു. എടോ, താൻ ഇത്രയ്ക്ക് മണ്ടനായി പോയല്ലോ. ഇത്രയും വലിയൊരു ക്രിമിനല് പോലീസിന് മുമ്പിൽ തലവെച്ച് കൊടുക്കും തോന്നുന്നുണ്ടോ എനിക്ക്? യൂസ്ലെസ്. തൊപ്പി ഒരു കളഞ്ഞിട്ട് ഇറങ്ങി പോടോ. മേ ഐ കം ഇൻ സർ? ഷാർപ്പ് 10 o'clock. സർക്കാർ ക്ലോക്ക് 10 മിനിറ്റ് ഫാസ്റ്റ് ആണല്ലോ. SP സാറിന് ഞാൻ ഇവിടെ പ്രതീക്ഷയില്ല കേട്ടോ.
വലിയ ക്രിമിനൽസിനെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ മിനിമം SP റാങ്കിലുള്ളവരെങ്കിലും വരേണ്ടി വരുമല്ലോ. എന്റെ ഒരു ചെറിയ കുത്തേസല്ലേ സാറേ, ജാമ്യം കിട്ടും. സ്വയരക്ഷയ്ക്ക് വേണ്ടി തടഞ്ഞപ്പോഴുണ്ടായ ഒരു കയ്യബദ്ധം, അതാണ് ലോ പോയിന്റ്. അഡ്വക്കേറ്റ് ഇപ്പൊ വരും. അതുവരെ ഞാൻ അകത്ത് കിടക്കണോ സാറേ, അതോ പുറത്തിരിക്കണോ? അപ്പൊ കുറച്ചു നേരം എനിക്ക് നിന്നെ കൈകാര്യം ചെയ്യാൻ കിട്ടുമല്ലേ? 5 മിനിറ്റ് മതിടാ എനിക്ക് നിന്നെ കൊണ്ട് ചോര തുപ്പിക്കാൻ. SP, ഇനി അവനെ തൊട്ടുപോകരുത്. പരമശിവത്തിന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇതാ ജാമ്യം അനുവദിച്ചിട്ടുള്ള പേപ്പർ. ഇനി അവനെ വിട്ടാരോ? വാ. നിനക്കെന്നെ തല്ലണമെങ്കിൽ അത് വീട്ടിൽ വെച്ചാ കാര്യന്നില്ലേ? നീ തല്ല എനിക്ക് വേനിക്കില്ലടാ. ഇതിപ്പോ SP സാറിനെ കൊണ്ട് കൊള്ളാം, SI SP കൊണ്ട് തല്ലിക്ക. ഇവൻ മിടുക്കനാണ് ബായ്, മിടുക്കൻ. ഇവന്റെ അനിയനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ നീണ്ടു തുറന്നു നിൽക്കുന്നത്. അല്ലേ പണ്ടേ നീയൊക്കെ നടറോട്ടി കിടന്ന ഇടഞ്ഞേനെ. ബായ് ബായ് വാ. സാറേ, സാറിന്റെ ആ കയ്യിലെ മോതിരത്തിന്റെ പവറ് എന്റെ മനസ്സിലുണ്ട് കേട്ടാ. വരട്ടെ സാറേ. ഏട്ടനുണ്ടോ? ഏട്ടനല്ല, പരമശിവ, വാളയാർ പരമശിവ. എന്താ, എനിക്കിതിരെ പുതിയ വല്ല വാറണ്ടും ഉണ്ടോ? ഏട്ടനോട് SP പെട്ടെന്ന് അങ്ങനെ പെരുമാറുന്ന ഞാൻ വിചാരിച്ചില്ല. അത് പോട്ടെ, സാറിപ്പോ ഒന്ന് കാര്യം പറ. എനിക്ക് ഏട്ടനോട് തനിച്ചൊന്ന് സംസാരിക്കണം. അച്ഛാ. എല്ലാരും പോയട്ടെ, പോയി ജോലി ചെയ്യേ. പറയേ. ഏട്ടന്റെ പേരിലുള്ള ആ കേസിന് ഇനി കോടതി വിധിയെ മാത്രം പേടിച്ചാ മതി. അതെനിക്കറിയാം. ഇനി ഈ തൊഴിൽ വേണ്ട. അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്നല്ലേ ഈ പണി? ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ആരോട്? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ വഴിയെല്ലാം നിർത്തിക്കോളാം. പറ്റില്ല. എനിക്കിത്തിരി പ്രശ്നങ്ങളോട് ബാക്കിയുണ്ട്. എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം എനിക്കില്ലാത്ത? എന്നും എനിക്ക് പ്രശ്നങ്ങൾ തന്നെയല്ലേ. വളർന്നപ്പോ മുതൽ കുടുംബത്തിന്റെ ചുമതല, തീർത്താ തീരാത്ത കടങ്ങളുടെ ബാധ്യത, നിന്റെ പഠിപ്പ്, അനീതിയുടെ പഠിപ്പ്, ഇനി അവളുടെ കല്യാണം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. ആ കറിയാച്ചന്റെ കടവെങ്കിലും തീർത്താ നിർത്തിക്കോളാം ഞാനെല്ലാം. അതൊന്നും എനിക്ക് കേൾക്കണ്ട. പിന്നെ എന്താ നിനക്ക് കേൾക്കേണ്ടത്? നീ തീർക്കുവാ കടം. അയാൾക്ക് അരമാസത്തെ പലിശ കൊടുക്കാൻ തികയില്ലോ നിനക്ക് കിട്ടുന്ന ശമ്പളം. വേണ്ട, പറഞ്ഞ ചിലപ്പോ കൂടിപ്പോവും. ഇനി ഞാനായിട്ട് നിനക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല. പോരാ, എനിക്ക് നാണക്കേടാ. ഡിപ്പാർട്ട്മെന്റ് മുന്നിലും പബ്ലിക്കിന്റെ മുന്നിലും എന്റെ ഏട്ടൻ ഒരു കള്ളനാണെന്ന് പറയുന്നത് എനിക്ക് കുറച്ചില്ല. കുറച്ചില്ലോ? എടാ, നീ ഇട്ടിരിക്കുന്ന യൂണിഫോമിന് വരെ ഞാൻ കടത്തിയ സ്പിരിറ്റിന്റെ മണമുണ്ട്. അത് മറക്കല്ലേ. നീ പോ. പിന്നെ അനിയൻ SI ആണെന്ന സ്വാധീനം വെച്ച് സ്പിരിറ്റ് കടത്താനാണ് പരിപാടിയെങ്കിൽ അത് നടക്കില്ല. ഇനി ഒറ്റ ലോഡ് സ്പിരിറ്റ് പോലും പരമശിവം കടത്തില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. എടാ, പരമശിവം സ്പിരിറ്റ് എടുത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതുപോലെ പല വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ഇനി നിന്നോടാണെങ്കിലും അങ്ങനെ തന്നെ. നീ വേണമെങ്കിൽ സമയം കുറിച്ചിട്ടോ. നാളെ രാത്രി കൃത്യം 9-നും 10-നും ഇടയ്ക്ക് വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ ലോഡുകൾ കടന്നു പോവും. നിനക്ക് തടയാമെങ്കിൽ നീ തടഞ്ഞോ.